ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ലൊരു അടിപൊളി എഗ് നൂഡിൽസ് ട്രൈ ചെയ്താലോ. ഇത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. അത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മളെ നൂഡിൽസ് ഇട്ട് കൊടുക്കണം. നമ്മളിതാ പുറത്തുനിന്ന് ഇങ്ങനത്തെ നൂഡിൽസാണ് വാങ്ങിയത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇതേപോലത്തെ നൂഡിൽസ്. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടുത്തായി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. അതിന് നിങ്ങൾക്ക് ഇതേപോലത്തെ ഡ്രൈ ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നോർമലി വെള്ളം ഊറ്റി കളയുകയും ചെയ്യാം. അടുത്തായിട്ടേ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിൻ്റെ അതിലോട്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 3 കോഴിമുട്ട എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ സാധനം എങ്ങനെയൊക്കെ എടുക്കാം. അടുത്ത് നമ്മളെ ഉള്ളിയാണ് വഴറ്റി കൊടുക്കുന്നത്. കുറച്ച് എണ്ണ, നിങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതേപോലെ നീളത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് ക്യാബേജും അത് ഇതേപോലെ ആക്കി ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഓവർ വേണ്ട. അതിനുശേഷം നമ്മളെ കോഴിമുട്ട, നേരത്തെ ചിക്കി വെച്ച കോഴിമുട്ടേൻ്റെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കഴിയുമ്പോഴേ നമ്മളെ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കി വെച്ചാണ് നൂഡിൽസ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം മുകളിൽ. നിങ്ങൾ എരിവുപോലെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കുരുമുളകും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം. അങ്ങനെ നമ്മളെ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, പിന്നെ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.